നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ അനുഭവപരിചയമുള്ള, അതായത് ഒരു 2 വർഷം വരെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ, ഏതെങ്കിലും ചെറിയ സ്ഥാപനത്തിലൊക്കെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്ത് നിങ്ങൾക്കൊരു നല്ല പരിചയമുണ്ടെങ്കിൽ ടെക്നോ പാർക്കിലെ മികച്ച ഒരു കമ്പനിയിൽ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരു എൻട്രി കിട്ടാനുള്ള അവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിലെ ഒരു പ്രൊഫഷണലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കാണുക, ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു 2 വർഷം വരെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള, 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയ്ക്ക് ഒരു അനുഭവ പരിചയമുള്ള ഗ്രാഫിക് ഡിസൈനറാണ്. കുറേയധികം ഗ്രാഫിക് ഡിസൈനിങ് ടൂൾസൊക്കെ ഉപയോഗിച്ചുള്ള പരിചയമുണ്ട്. നല്ല ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള, അല്ലെങ്കിൽ സർഗാത്മകതയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. കാരണം ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്രിയേറ്റിവിറ്റി, ഭാവനാശേഷിയാണ്. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ടെക്നോ പാർക്കിലെ ഒരു മികച്ച കമ്പനി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബ്രാൻഡ്ഫെൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ടെക്നോ പാർക്ക് കമ്പനി, തിരുവനന്തപുരം ടെക്നോ പാർക്കിനുള്ളിലുള്ള കമ്പനി. അവർക്കാണ് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ആവശ്യമുള്ളത്. 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് വേണ്ടത്. ഇതിനകത്ത് ഇവർക്ക് വേണ്ടുന്ന കഴിവുകൾ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള, അതായത് ഡ്രോയിങ്, ഡിജിറ്റലി ഇല്ലസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നതിനുള്ളൊരു കഴിവുള്ളവരായിരിക്കണം. ലോഗോ പോലുള്ള കാര്യങ്ങൾ, ജിഫുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരുപക്ഷെ ബൂട്ട്സ്ട്രാപ്പ് പോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ, ബാനറുകൾ ഡിസൈൻ ചെയ്യാനുള്ളൊരു ഐഡിയ, ബ്രോഷറുകൾ, പ്രിൻ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്, ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ്സ്, ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിസൈനിങ് നോളജ്, ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരു നല്ല നോളജ്, അതിനോടൊപ്പം നല്ല ക്രിയേറ്റിവിറ്റി, നല്ല കളർ സെൻസ്, നല്ല പാലറ്റ് സെൻസ്, ഇതൊക്കെ ഉള്ളവരെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടൂൾസിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നാച്ചുറലി ഡിസൈനേഴ്സിന് ആവശ്യമുള്ള ടൂൾസ് നിങ്ങൾക്ക് തന്നെ അറിയാം. അഡോബിയുടെ ഫോട്ടോഷോപ്പ് ഉണ്ട്, അഡോബിയുടെ തന്നെ ഇല്ലസ്ട്രേറ്റർ, അല്ലെങ്കിൽ കോറൽ ഡ്രോ പോലെയുള്ള വെക്ടർ മാനേജ്മെൻറ്റ് ടൂളുകൾ, ആഫ്റ്റർ എഫക്ട്സ് പോലെയുള്ള ടൂൾസ്, അതും അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിംഗ്, വെബ് ഡിസൈനിങ്, ഇങ്ങനത്തെ ടെക്നോളജികൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. UI UX ഡെവലപ്പ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു നോളജ് കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റായി അവർ കൺസിഡർ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ച് ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ നല്ല പരിചയമുള്ള, നിങ്ങളുടെ കരിയർ ഒന്നുകൂടി ഉയരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഓഫർ ചെയ്യുന്ന ഈ അവസരം ഒന്ന് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഇമെയിലായി തന്നെ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ലിങ്ക്, അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പോർട്ട്ഫോളിയോ ഒക്കെ ആ ആപ്ലിക്കേഷനോടൊപ്പം ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാനിത് പറയാൻ അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ നോട്ടിഫിക്കേഷനിൽ. പക്ഷേ ഈ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ എപ്പോഴും പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കാറുണ്ട്. പലരും ഒരു റെസ്യൂമേ മാത്രമായിരിക്കും, ഹാവ് 2 years എക്സ്പീരിയൻസ് ഇൻ എ ഗ്രാഫിക് ഡിസൈനിങ് ഫേം എന്നൊക്കെ മാത്രം ഒന്ന് എഴുതിയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് പറ്റണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ റെസ്യൂമേക്കുള്ളിലോ അതല്ലെങ്കിൽ റെസ്യൂമയോടൊപ്പമോ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ, നിങ്ങൾ ചെയ്ത വർക്കുകളുടെയൊക്കെ ഒരു പോർട്ട്ഫോളിയോ, ഒരു ആൽബം മോഡലിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങളൊന്ന് സെൻഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അത് കമ്പനി ആവശ്യപ്പെട്ട കാര്യമല്ല, ഞാനൊരു സജഷനായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴൊക്കെ ഇത്തരം പോർട്ട്ഫോളിയോ നിങ്ങളെ ഒരുപാട് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരൊരു മെഷീൻ ടെസ്റ്റ് തരുമ്പോൾ നിങ്ങൾ ചെയ്ത് നല്ല കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ അവരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ അവസരം അപ്ലൈ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള നിങ്ങളുടെ മറ്റവസരങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. നമ്മളുടെ കഴിവുകളെ ഒന്ന് ഷോക്കേസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും അത് ആരും അറിയാതെ പോകും, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെയും പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജനുവരി 9 2025 ജനുവരി 9 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നല്ല പുതിയ അവസരത്തിന് വേണ്ടി, ഒരു ഗ്രാഫിക് ഡിസൈനറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ മികച്ച ഒരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 2 അതിലധികമോ വീഡിയോസ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഡെഡ് ലൈനിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ശോഭനമായ ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.